വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാനവികത നീതിബോധമായി ദാഹത്തോടെ കൊണ്ട് നടക്കുന്ന ദൈവപ്രതിനിധിയായിക്കൊണ്ട് ആ ദീപശിഖ നൂരിൻ മന്നൂരില്ല എന്ന് പറഞ്ഞ പോലെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഗുരുനാഥന്മാരും അതിൽ നിന്ന് നുകർന്നുകൊണ്ടിരിക്കുന്ന സദസ്യരും എല്ലാവരെയും കണ്ട ആനന്ദം വളരെ ഏറെയാണ്. അധിക നേരം ഇരുന്നതിൻ്റെ ഒരു ബോറടിയും എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഞാൻ എല്ലാവരെയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ 10 വർഷം മുമ്പ് എഴുതി അവതരിപ്പിച്ച ഒരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം. ഭാഷാർത്ഥം മാത്രമായി നുകരുവതെന്തിനീ ഖുർആൻ, ബാഹ്യാക്ഷരങ്ങൾക്കുമപ്പുറമുണ്ടേറെ അറിയാൻ. കലാമാണ് ഖുർആൻ, ദലീലാണ് ഖുർആൻ, റബ്ബിനെ ഉള്ളുകൊണ്ടറിയാൻ, ഹുബ്ബവൻ ഉൾക്കൂട്ടിലുണരാൻ. ഇത് സത്യമത സന്മാർഗ ദീപമേ, ഇലാഹിൻ്റെ അരുൾ വന്ന വേദമേ. ഹിദായത്ത് ഖുർആൻ, ഇബാദത്ത് ഖുർആൻ, ഫുർഖാനുൽ അലീം, സർക്കാരെ അമീൻ, ഇരുലോക നൂറേ, തിരുത്വാഹ ഖൈറേ, അവതാരമീമേ, അവർ ചൊന്നലാമേ. ആദം വൈദിരീസ് നൂഹും പിന്നാദ്യാന്ത്യ നബിമാരെ വാഴ്വും. ഒന്നൊഴിയാതെ ചരിതങ്ങളേതേതുമേ, ഒരഴകാർന്ന കവിതതൻ തോതാകുമേ. കാലം തിരുത്താത്ത വർണ്ണങ്ങളും ആരും അടുക്കാത്ത വാക്യങ്ങളും, ഖിയാമം വരെയും ചലിക്കും റസൂൽ, കിതാബിൻ്റെ ചേലിൽ നയിക്കും ഹുസൂർ. ഇതല്ലാഹു നമ്മോട് മിണ്ടുന്നതാ, ഇതേൽക്കാതെ പോയെങ്കിലെന്താ കഥ. ഇതാണ് ഈ പാട്ട്. ഞാൻ ഈ പാട്ടായ കഥ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ചാനലിൽ പുതുതായിട്ട് വീട്ടിലൊരു സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് അതിന് ശേഷം ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ പാട്ട് കൊണ്ട് ഞാനെന്താ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എപ്പിസോഡ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 1ാം എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ളൂ. അതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് തൊട്ട് മുമ്പ് പ്രസംഗിച്ചവരൊക്കെ സൂചിപ്പിച്ച പോലെ വാക്കിനെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന വല്ലാത്തൊരു കെട്ടകാലത്താണ് നമ്മളുള്ളത്. ഒരു വാക്കിന് പല തരത്തിൽ അവരവർക്ക് ബോധ്യപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയാൻ പറ്റും. പക്ഷെ പറയപ്പെടുന്നത് നീതിബോധത്തോടു കൂടിയാണോ എന്ന പുനർപരിശോധന വലിയ അറിവുണ്ടെന്ന് നടിക്കുന്ന ആളുകളിൽ നിന്ന് പോലും വളരെ പ്രയാസകരമായ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് അവർ പുനർവിചിന്തനം നടത്തണം. സമൂഹത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങളാണോ, ആ രീതിയിലേക്കാണോ അറിവ് തേടി വരുന്ന ആളുകൾക്ക് അറിവുണ്ടെന്ന് പറയുന്നവർ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള ദുരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ പാട്ടിൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എൻ്റെ മരണശേഷം അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ദുരവസ്ഥ എത്രത്തോളം ഭീകരമാണ്. എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്ത സതുപദേശമാണ്, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് എൻ്റെ മക്കൾക്ക് 3 പേർക്കും ഞാൻ പറഞ്ഞു കൊടുത്ത സതുപദേശമാണ് സൂഫി ചിന്തകനായ ബഹുമാന്യനായ അദ്ദേഹം ഇവിടെ വിവരിച്ചത്. നിങ്ങൾ ജീവിതത്തിൽ ഏത് മാർഗവും സ്വീകരിച്ചോളൂ, എന്തും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൽ നടന്നോളൂ. പക്ഷേ അത് സമൂഹത്തിനോ മറ്റൊരു വ്യക്തിക്കോ ഉപദ്രവകരമാകുന്ന രീതിയിലേക്ക് മാറാൻ പാടില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാം, പക്ഷേ അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അരാജകമാകുന്ന രീതിയിലേക്കോ മാറാൻ പാടില്ല എന്നുള്ളതാണ്. ഈ പാട്ട് എഴുതാനുണ്ടായിരുന്ന കാരണം, എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള മറ്റ് മതവിശ്വാസിയായിട്ടുള്ള ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് നമ്മുടെ തന്നെ മതത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള വിവിധ ആശയങ്ങളിൽ സഞ്ചരിക്കുന്ന പല മുസ്ലിയാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രസംഗങ്ങൾ അയച്ചു തന്നിട്ട്
മാന്യമായ ന്യായമായ ചില ചോദ്യങ്ങൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു. നീ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ പടച്ചോനെക്കുറിച്ച് പറയാറുണ്ട്, പടച്ചോൻ്റെ നിയമത്തുകളെക്കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് എല്ലാം പറയാറുണ്ട്. പക്ഷേ ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന പടച്ചവനെ പറഞ്ഞു തന്ന പ്രവാചകനെ ഈ തരത്തിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രമാണങ്ങളിലുള്ളതായിട്ട് നിങ്ങളുടെ പുരോഹിതന്മാർ തന്നെ പറയുന്നുണ്ടല്ലോ. അതിനെ സാക്ഷ്യപ്പെടുത്താൻ അവൻ ഇവരുടെ പ്രസംഗത്തിൻ്റെ ക്ലിപ്പുകളൊക്കെ എനിക്ക് അയച്ചു തന്നു. ഞാൻ നോക്കുമ്പോൾ ഇവരെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അവർ ഏതർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് എന്നുള്ളത്, അല്ലെ എത്ര അപകടം പിടിച്ച വാക്കുകളാണ് ആ പ്രയോഗിക്കുന്നത് എന്നുള്ളത് അവർക്ക് ബോധ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തോദ്ദീപകമായ ഉള്ളിലേക്ക് എടുത്ത് അത് അറിയാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ളവർക്ക് നമ്മൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന, എൻ്റെ മീഡിയയിൽ ചെറിയൊരു പ്രതിനിധിയായി നിന്നുകൊണ്ട് കലാമേഖലയിൽ നിന്നുകൊണ്ട് കിട്ടുന്ന സദസ്സിലും വേദികളിലും പറയാൻ ശ്രമിക്കുമ്പോൾ അതിന് വായടപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളും ഭീഷണിപ്പെടുത്തുന്നവരൊക്കെ കൂടി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ്റെ അതേ ചോദ്യം എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനും ചോദിക്കേണ്ടതാണ്. അത്തരത്തിൽ ചോദിക്കാൻ നടക്കുന്ന പലരെയുമാണ് ഇന്ന് നിങ്ങൾ എക്സ് മുസ്ലിമൊക്കെ ആയിട്ട് കാണുന്നത്. ഈ നിരീശ്വരവാദത്തിലേക്ക് പോയാൽ ഏറിയ പങ്കും ഈ ഒരു 4-5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ എക്സ് മുസ്ലിംസ്, അതായത് ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളുകളാണ്. അതിൻ്റെ കാരണം ഞാൻ ഈ കൂട്ടുകാരുടെ കൂടെ വളരെ സൗഹൃദത്തോടുകൂടി സ്നേഹത്തോടുകൂടി അവരുടെയും കാരണം ഒന്നാണ്, ന്യായമായി ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ ആ ചോദ്യം ഒരിക്കലും ഉന്നയിക്കാൻ പാടില്ലാത്തതാണ്. ആ ചോദ്യം ചിന്തിച്ചാൽ തന്നെ നീ വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് അവരെ അടച്ചാക്ഷേപിച്ചത് കൊണ്ടാണ് ഈ യുവത മിക്കവാറും ദൈവാന്വേഷികളായി ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ തേടുന്ന അവർ ഈ ഒരു നിരീശ്വരവാദത്തിലേക്ക് കടന്നു പോയിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചോദ്യം എൻ്റെ ഉള്ളിൽ നിന്ന് എന്നോട് തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പല തരത്തിൽ അന്വേഷണങ്ങൾ നടത്തുന്നത്. ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് ഷഹാദത്ത്, അതും കർമ്മമണ്ഡലത്തിൽപ്പെട്ടതാണ് ഈ 5. നമ്മൾ ഈ ഒന്നാമത്തത് ഞാൻ മുഹമ്മദിൻ്റെ മോനായി ജനിച്ചുകൊണ്ട് ഷാഫിന്ന് പേരിട്ടതുകൊണ്ട് കിട്ടിപ്പോയി എന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നാമത്തതാണ് ഈ ബാക്കി 4 ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അടിസ്ഥാനപരമായിട്ട് കിട്ടേണ്ടത്. ഈ ഒന്നാമത്തെ ഷഹാദത്ത് നമുക്ക് എവിടുന്നോ കിട്ടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ബാക്കി 4ൻ്റെ പിന്നാലെ എങ്ങനെ കൂടുകയാണ്. ഈ ഒന്നാമത്തത് പൂർത്തീകരിച്ചിട്ടില്ല. അത് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണമെന്നാണ്. ഈ മനസ്സുകൊണ്ട് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ ആളിൻ്റെ ചരിത്രം, ജീവിതം അദ്ദേഹം പറഞ്ഞ പോലെ, ബഹുമാന്യനായ വേങ്ങര സാഹിബ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതം, അദ്ദേഹം എന്താണോ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് അത് മനസ്സിലാക്കണം. അതുപോലെ മാതൃകാപരമായി ആ പറഞ്ഞതിനനുസരിച്ച് അദ്ദേഹം ജീവിതം നയിച്ചിട്ടുണ്ടോ എന്ന് പഠിക്കണ്ടേ. ആ പഠനം നടത്തുന്നതിനിടയിലാണ് എൻ്റെ നാടായ കൊയിലാണ്ടി കൊല്ലത്ത് 40ഓളം സഹാബാക്കൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സമകാലീനരായി ഇവിടെ വന്ന് ദീൻ പ്രചാരകരായി വന്നിട്ടുള്ള നമ്മളെ താജുദ്ദീൻ എന്ന് പിന്നീട് പേര് നൽകപ്പെട്ട ചേരമാൻ പെരുമാളിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ ഞാൻ അന്വേഷണം ദീർഘിപ്പിക്കുന്നത്. അങ്ങനെ അറിവുള്ളവരോട് അത് ചോദിച്ചു. നല്ല കേൾവിക്കാരനാണ് ഞാൻ, എല്ലാവരെയും കേൾക്കാറുണ്ട്. ജബ്ബാർ മാഷിനെയും ലിയാഖത്തിനെയും എല്ലാവരെയും കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണമുണ്ട്. അതും ഞാൻ പഠിച്ച ഖുർആനിലെ സൂറത്ത് സുമറിലുണ്ട്. അങ്ങനത്തെ വചനങ്ങളാണ് വിശദീകരിക്കേണ്ടത്. അല്ലദീന യസ്തമിഉനൽ ഖൗല വയത്തബിഉനൽ അഹ്സന. നിങ്ങൾക്ക് സമൂഹത്തിന് നമുക്കെല്ലാം ഗുണകരമാണെന്ന് തോന്നുന്ന ഒരു പോയിന്റ്, ഒരു പൊരുൾ ആര് പറയുന്നോ അത് എടുത്തോളാനാണ് പറഞ്ഞത്. കാരണം അത്തരം പൊരുളാണ് അത്തരം സമൂഹത്തിന് കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ഉപകാരപ്രദമാകുന്ന നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ നീതിബോധത്തിന്, ഈ നാനാത്വത്തിൽ ഏകത്വത്തെയൊക്കെ സത്യവൽക്കരിക്കുന്ന വചനങ്ങൾ മാത്രമാണ് ദൈവത്തിൽ നിന്നുണ്ടാവുള്ളൂ എന്നുള്ള സാമാന്യ വിവരം പോരെ നമുക്ക്. ദൈവം വിഭാഗീയത സംസാരിക്കുമോ? പ്രാപഞ്ചിക ദൈവത്തെ പ്രാദേശികനായി ചുരുക്കിക്കളഞ്ഞത് ആരാണെന്നുള്ള പുനർപരിശോധന വേണം. പ്രാപഞ്ചികമായി ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചവ്യാപിയായ ഒരു ദൈവത്തിൻ്റെ കാര്യം പറയുന്നിടത്തിൽ ഒരു പ്രത്യേക ഭാഷ മാത്രം സംസാരിക്കുന്ന, പ്രത്യേക ആളുകളെ മാത്രം ഇഷ്ടപ്പെടുന്ന, അവർക്ക് മാത്രം കുറേ ഓഫറുകൾ കൊടുക്കുന്ന, അത്രയും ബാലിശമായിട്ടുള്ള ചുരുക്കിക്കളഞ്ഞ ഒരു ദൈവത്തെ ആരാണ് പരിചയപ്പെടുത്തിയത്? ഞാൻ ഈ പറഞ്ഞ പോലെ ഈ
ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് അദ്ദേഹം അവിടെ ചെന്ന് വിവാഹം കഴിച്ചിട്ടുള്ള റജ എന്ന് പറയുന്ന സ്ത്രീയുടെ ആങ്ങളമാരായിട്ടുള്ള മാലിക് ബിൻ ഹബീബുള്ള, മാലിക് ദിനാർ എല്ലാം അടങ്ങുന്ന എൻ്റെ നാട്ടിലുള്ള തമീമുൽ അൻസാരിയും സംഘവും ഒക്കെ അടങ്ങുന്ന ആളുകൾ ഇവിടെ വരുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വയം കിതാബായിക്കൊണ്ട് അദ്ദേഹം മറ്റൊരു കിതാബ് അദ്ദേഹത്തിന് ജിബ്രീൽ പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭം വിവരിക്കുന്നിടത്ത് പോലും ഒരു പുസ്തകം കൊണ്ട് കൊടുത്തതായിട്ട് നമ്മളാരും വായിച്ചിട്ടില്ല. നിങ്ങളാരെയും വായിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ എഴുതപ്പെടാത്ത ഒന്നിനെ പറയുക എന്നല്ലേ പറയുക, വായിക്കുക എന്ന് പറയുമ്പോൾ എവിടോ എഴുതപ്പെട്ടതാണ് വായിക്കുന്നത്. അപ്പോൾ സ്വന്തത്തിലുള്ളതിനെ വായിച്ചു കൊടുക്കാനുള്ള പ്രഖ്യാപനമാണ് അവിടെ നടന്നത്. നമ്മൾ അവിടെ നിന്ന് തുടങ്ങുന്ന അന്വേഷണം ആ തരത്തിൽ സ്വന്തം ഖുർആനായി മാറി. അതാണ് ഞാൻ ആ പാട്ടിൽ എഴുതിയത്. ഈ പറഞ്ഞ ലാസ്റ്റ് വരിയിൽ കൃത്യമായിട്ട് ഞാൻ എഴുതി വെച്ചത് അതാണ്. കിയാമം വരെയും ചലിക്കും റസൂൽ, കിതാബിൻ്റെ ചേലിൽ നയിക്കും ഹുസൂർ. അത് വേറൊരു ഖുർആനെ കുറിച്ച് എഴുതിയ പാട്ടിൽ ചിതലരിക്കാത്ത വേദം ചിരകാല വിസ്മയം ചിന്തിച്ചവർ സ്വന്തം റബ്ബിൽ ബന്ധം ചേർത്ത ഭാഗ്യം. അതാണ്. അപ്പം നമ്മളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച അന്ന ചിതലരിക്കാത്ത വേദം അത് വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് പകർന്നു കൊടുക്കുന്ന അറിവാണ്. അത് വ്യക്തി മരിച്ചു പോയാലും ആ അറിവ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറിൻ മിന്നൂറില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രകാശധാര സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതിൽ നിന്ന് നുകർന്ന് വന്ന അദ്ദേഹത്തിൻ്റെ 40-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തെ ആ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് 52-ാമത്തെ വയസ്സ് വരെ 12 വർഷക്കാലം ഹിസാബുൽ അബ്ജദിയ പ്രകാരം തസവൂഫിൻ്റെ പഠനത്തിൽ മനസ്സിലായത് 12 എന്ന് പറയുന്നത് അബ്ജദിയ കണക്ക് പ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വചനം 12 ലഫ്ളുകളാണ്. മുഹമ്മദ് റസൂലുള്ള ഈ പറഞ്ഞ പോലെ 12. ഈ 12 വർഷക്കാലം തൗഹീദിൻ്റെ നീരുറവ പറ്റാതെ എങ്ങനെ പ്രാക്ടിക്കൽ നോളജായിട്ട് അനുഭവജ്ഞാനമായിട്ട് ഇക്രിമത്തിനും ഉക്കൈൽ ബിൻ അബി താലിബിനൊക്കെ വിശ്വാസം വരാത്ത ആളുകളെ 2 പേരെ ഞാൻ പേരെടുത്തെന്ന് പറഞ്ഞെന്നുള്ളൂ. എല്ലാവർക്കും അനുഭവജ്ഞാനത്തിലൂടെ ദൈവികത എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അവിടെ ഒരു പുതിയ മതമാണ് പഠിപ്പിക്കുന്നതെന്ന് ആരാ പറഞ്ഞത്? നിലവിൽ പ്രപഞ്ചമുണ്ടായ കാലം തൊട്ടുള്ള ഒരു സത്യത്തെ അദ്ദേഹം കാലാനുസൃതമായ രീതിയിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഡാർക്ക് ഏജ് എന്ന് ചരിത്രം പറയുന്ന ഇരുണ്ട യുഗത്തിലെ അനുസരണയില്ലാത്ത ആളുകളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അത് പുതിയ ഒരു അറിവല്ല. ആ അറിവിനെ അദ്ദേഹത്തിന് എവിടെ നിന്ന് പകർന്നു കിട്ടിയോ അതിനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ അറിവിൽ നിന്ന് നേടിയ 40 ആൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മറ്റ് ആരാധകരായിട്ടുള്ള ആളുകൾ അവർക്കിവിടെ സ്വീകാര്യത കൊടുത്തത് അവർ വാളും കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമല്ലല്ലോ. അവരുടെ ബിഹേവിങ്, അവരുടെ സ്വഭാവം, ഭാഷണം, ഇവർക്ക് അറിഞ്ഞൂടാത്ത ഭാഷ തർജ്ജമ ചെയ്ത് കൊടുക്കാൻ അന്നേ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ഈ തീരത്ത് അതിനു മുമ്പും കച്ചവട തീരങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ നാടൊക്കെ. പന്തലായിനി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വലിയ പന്തലിച്ച് നിന്ന ആയന മരത്തിൻ്റെ മുകളിൽ വിളക്കും മരവും അതുപോലെ ഈ കൊടി ഒക്കെ കെട്ടിയിട്ടാണ് തീരം കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ അടയാളപ്പെടുത്തപ്പെട്ട ആ പന്തലായനിലേക്ക് വന്ന സന്ദേശവുമായിട്ട് വന്ന ആളുകളെ ഇവിടെയുള്ള ആളുകൾ സ്വീകരിച്ച് അവർക്ക് കുടിയിരിക്കാനും കുമ്പിടാനും കുഴിച്ചു മൂടാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് എന്തിൻ്റെ പേരിലായിരിക്കും? മനോഹരമായ ഒരു സന്ദേശം ഇവിടെ കൊണ്ടുവന്നുകൊണ്ടാണ്. പിൽക്കാലത്ത് ഈ പറഞ്ഞ പോലെ അമവിയ കാലഘട്ടം വന്നു. മുആവിയൻ്റെ മകൻ അലിയുടെ മക്കൾ വരേണ്ട സ്ഥാനത്തേക്ക് മുആവിയുടെ മകൻ 6ാമത്തെ ഖലീഫയായിട്ട് വരുന്നു. നബിയുടെ പൗത്രന്മാരെയും മകളെയും ഒക്കെ അതിക്രൂരമായിട്ട് കൊന്നുകൂട്ടുന്നു. ഇസ്ലാമിലെ ഫിത്ന ആരംഭിക്കുന്നു. ജമൽ യുദ്ധം അടക്കമുള്ള നടക്കാൻ പാടില്ലാത്ത അധികാരമോഹം ദുനിയാവിൽ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രവാചകരെ ഉൾക്കൊണ്ട ആളുകൾ തമ്മിൽ എങ്ങനെയാണ് തമ്മിലടിക്കുക എന്ന് ആലോചിച്ച് നോക്കിയാൽ. ആ ദുരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച അയാൾ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള അയാളെപ്പോലുള്ള ഈ തീവ്രവാദികളെ പേരുന്ന കുറേ പേര് അവരുടെ ഇംഗിതം നടത്തണമെങ്കിൽ പ്രവാചകർ ഇങ്ങനെ ചെയ്തു, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് എഴുതി കൂട്ടാൻ വേണ്ടി പ്രവാചകൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച് എഴുതിയ കള്ളക്കഥകളെയാണ് പലപ്പോഴും നമ്മൾ പ്രമാണം പോലെ നെഞ്ചിലേറ്റി കൊണ്ടടക്കുന്നത്. ഞാനൊരിക്കൽ നബിദിനത്തിന് എഴുതിയ പാട്ട്, ഇകഴ്ത്തി എഴുതിയ പ്രമാണമിൽ ഞാൻ പഠിച്ചതല്ല എൻ ഹബീബ് എന്നെഴുതിയ ഒരു പ്രയോഗം. അതൊരു മുസ്ലിയാരെടുത്തിട്ട് വലിയ പ്രശ്നമാക്കിയിട്ട് പിന്നീട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൃത്യമായിട്ട് ആളോട് പറഞ്ഞു കൊടുത്തു, ഇകഴ്ത്തി എഴുതിയ എത്ര പ്രമാണങ്ങൾ
പ്രവാചകൻ എഴുതി കൂട്ടിയ ഒരുപാട് സംഭവങ്ങളെ പുണ്യം പോലെ ഇന്നും പേറുന്ന ആളുകൾ അത് വരുത്തി കൂട്ടിയത് ഈ യസീദിൻ്റെയും സംഘത്തിൻ്റെയും ഈ വക്രബുദ്ധിയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രവാചകനോടുള്ള അടങ്ങാത്ത പകയാണ്. അധികാരമോഹികളായിരുന്ന അവർക്ക് പ്രവാചകനോടുണ്ടായിരുന്ന വളരെ ദുഷിച്ച ആ ഒരു ചിന്താഗതിയാണ് ഇങ്ങോട്ട് അവർ ഈ നന്മകൾക്കിടയിൽ തന്നെ എഴുതി ചേർത്തത്. നമുക്കിത് മനസ്സിലാവാത്തത് ഇതിൻ്റെ ഇടയിൽ ഈ നമ്മളെ ചില ജീരകവും പഞ്ചസാരയും കൂടിയൊക്കെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കിട്ടും. അതിൽ ജീരകം നല്ലതാണ് ദഹനത്തിനൊക്കെ. പഞ്ചസാര ഇത്രയും നല്ല വിഷം, ഇത്രയും വലിയ വിഷം വേറെ ഇല്ല. പക്ഷെ നമ്മളിത് ഒരുമിച്ച് തിന്നുമ്പോൾ മധുരം കൊണ്ട് അതങ്ങ് ഇറക്കിപ്പോയി. ഇത് രണ്ടും കൂടുമ്പോഴാണ് ഔഷധം എന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെയാണ് എന്നെപ്പോലുള്ള വിഡ്ഢികളായ വിശ്വാസികൾ സംശയവും പേറി ഇങ്ങനെ നടക്കുന്നത്. അത് എന്തുകൊണ്ട്? എൻ്റെ പ്രവാചകൻ അങ്ങനെ മാതൃകാ പുരുഷനാവണ്ടേ? ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു കൊടുത്തു, നീ പഠിച്ചിരിക്കുന്നത് പ്രവാചകനെ പഴിചാരിയിട്ടുള്ള കുറേ കഥകളാണ്. ആ കഥകൾക്കപ്പുറത്ത് യഥാർത്ഥത്തിൽ ഒരു മുഹമ്മദീയമുണ്ട്. എൻ്റെ വീടിൻ്റെ പേരാണത്, സ്തുത്യർഹത എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് പ്രവാചകത്തിനൊക്കെ മുമ്പ് ബിംബാരാധകരായ കുടുംബത്തിലേക്ക് ജനിച്ചതല്ലേ. അദ്ദേഹത്തിന് കഅബത്തിൻ്റെ അടുത്തുനിന്ന് മുഹമ്മദ് എന്ന് പേരിടുമ്പോൾ ഇതൊരു പുതിയ മതം പറയാൻ വരുന്ന ആളാന്നുള്ള നിലക്കാണോ ആ പേര് വിളിച്ചിരിക്കുന്നത്? അതിന് മുമ്പ് അറേബ്യയിൽ ആർക്കെങ്കിലും മുഹമ്മദ് എന്ന് പേരുണ്ടോ? ഇല്ല, ഞാൻ അറിഞ്ഞിടത്തോളം ഇല്ല. അപ്പം ഈ സ്തുത്യർഹമായത് എന്നുള്ള പേര് അദ്ദേഹത്തിന് എന്തിനു കൊടുത്തതാണ്? അപ്പം ഖുർആൻ പഠിച്ചാൽ മാത്രമാണ് ദീർഘവീക്ഷണം ഉണ്ടാകൂ, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഗ്രന്ഥങ്ങളിലൊന്നും ദൈവികതയല്ല പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പുള്ള ആളുകളെ കേട്ടിട്ടുള്ള ഈ അസാത്തീറുൽ അവ്വലീൻ എന്നൊക്കെ പറയുന്ന പഴമക്കാർ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ കേട്ടും പഠിച്ചിട്ടുള്ള ഇവർക്ക് ഈ കുഞ്ഞിന് സ്തുത്യർഹൻ എന്ന് പേരിടാൻ എങ്ങനെ തോന്നി? അതിൻ്റെ പിന്നിലൊരു വലിയ കാരണം ഉണ്ടാവില്ലേ? ആ മനുഷ്യനെ മാനവരിൽ മഹോന്നതനായി റോൾ മോഡലായി കാണേണ്ട ആളുകൾക്ക് അവരുടെ ബാധ്യതയാണ് അദ്ദേഹം മിസ്റ്റർ ക്ലീൻ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ബാധ്യത. അത് വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, ചരിത്രപരമായ അന്വേഷണം നടത്തി പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഭാഷാർത്ഥം മാത്രമായി നമ്മൾ നുകരുന്ന, നമുക്ക് തോന്നുന്ന രീതിയിൽ എഴുതപ്പെട്ട തഫ്സീറുകളുടെ ഒരു പുനർവിചിന്തനം ഞാൻ മുസ്തഫ മൗലവിയിലേക്ക് എന്നെ എത്തിക്കുന്നത് അതല്ലേ അതിശയം. നിരീശ്വരവാദികളെ കേൾക്കല്ല എന്ന് പലരും പറഞ്ഞു. സത്യത്തിൽ ഞാൻ എൻ്റെ സത്യാന്വേഷണം പൂർത്തീകരിക്കാൻ കുറച്ചെങ്കിലും ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സമ്പൂർണ്ണതയിൽ എത്തിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ഞാൻ അന്വേഷിച്ചായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് കുറേയും കൂടെ വെളിച്ചം വീശുന്ന വാതിലുകൾ തുറന്നു തന്നത് സത്യം പറഞ്ഞാൽ ഈ നിരീശ്വരവാദം പറയുന്ന ആളുകളുടെ അവരുടെ ഈ ഒരു പ്രയോഗങ്ങളെല്ലാം, അതുപോലെ അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങളെല്ലാം കേട്ട് ക്ഷമയോടുകൂടി ഇരുന്ന് ശരിയാണോ എന്ന് പരിശോധന നടത്തിയപ്പോഴാണ്. ലിയാഖത്താണ് എനിക്ക് മുസ്തഫ മൗലവിയെ പരിചയപ്പെടുത്തുന്നത്. കാരണം ലിയാഖത്തിന് കുറേ മണിക്കൂർ സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇദ്ദേഹം ദൈവവിശ്വാസിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് ദൈവവിശ്വാസം എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് പറ്റിയൊരു മനുഷ്യനിലേക്ക് എത്തിക്കണം. അങ്ങനെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ ആളാണ് മുസ്തഫ മൗലവി. നല്ല സുഹൃത്തായി ഞങ്ങൾ സംസാരിച്ചു. ഞാനും ഹാരിസ് എൻ്റെ കൂടെയുള്ള ഒരു സത്യാന്വേഷിയാണ്. തസവുഫിൻ്റെ പിന്നാലെ തൗബയും സൗവും വിലായത്തും ഫനാവുമെല്ലാം ചേർന്ന തസവുഫിന് പിന്നാലെ ഒരുപാട് കൊല്ലങ്ങളായിട്ട് അലയുന്ന സത്യാന്വേഷിയായ ഹാരിസും ഞാനും കൂടെ വന്നു. മൂപ്പരെടുത്ത് കുറേ നേരം സംസാരിച്ചു. അപ്പം തന്നെ ഞാൻ ചോദിച്ചു, നമ്മൾ ഒരാളോട് 3 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും പിണങ്ങരുത് എന്ന് പഠിപ്പിക്കുന്നു. സ്വന്തം കുടുംബക്കാരനായ അബൂലഹബ് എന്ന് പറയുന്ന അളാപ്പനെ ശപിച്ചുകൊണ്ടൊരു സൂറത്ത് നമ്മളൊരു കാര്യം കേൾക്കുകയാണല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ കേട്ട് വെച്ചിരിക്കുന്നത്. തബ്ബത്തി യദാ അബീ ലഹബിൻ വതബ്, അസ്വലാത്ത് മുനാജാത്തുൽ മുഅ്മിനീൻ മിറാജുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ദൈവമായിട്ടുള്ള അപാരമായ ലയനത്തിനിടയിൽ നമ്മളൊരാളെ ശപിച്ചുകൊണ്ടൊരു വചനം പറയുമോ? എൻ്റെ ഡൗട്ടാണ്. അപ്പം ഞാൻ ആ ഡൗട്ട് മുസ്തഫ മൗലവിയുടെ അടുത്ത് ചോദിച്ചു. മൂപ്പര് ഇതിങ്ങനെ തന്നെ അകമ്പൂരിൽ എൻ്റെ അടുത്ത് തന്നു. അതിനുശേഷം ഈ സൂറത്തിൻ്റെ പിന്നിലെ ഓരോ വാക്കുകളും എന്താണെന്ന് വിശദീകരിച്ച് തന്നു. എനിക്ക് അൽഹംദുലില്ലാ വളരെ സമാധാനമായി. കാരണം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കും ആ പറഞ്ഞിരിക്കുന്ന കഥയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ കഥയും ഇതുപോലുള്ള വാക്കുകൾ വരുന്ന, അതായത് കഥയിലെ നായകന്മാരുടെയോ അല്ലെ സംഭവത്തിൻ്റെയോ
ഒരു വാചകം വരുന്ന സൂറത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതാണ് എന്ന് ആവർത്തിച്ച് ഇവിടെ ആളുകളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ തെറ്റിദ്ധാരണക്ക് നമ്മളോട്, സാധാരണക്കാരായ നമ്മളോട് ഇതിൽ കുറച്ചെങ്കിലും ഈ ദർശനത്തിൽ സത്യമുണ്ടെന്ന് കരുതി ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് മറുപടി പറയണമെങ്കിൽ നമ്മളെ പഠിപ്പിക്കപ്പെട്ട ഉസ്താദ്മാർ ഇത് പറഞ്ഞു തരണ്ടേ വിശദമായിട്ട്. അപ്പോൾ ഓരോ മനുഷ്യരോടും പുതിയ കാലത്ത് കൃത്യമായിട്ട് ഇത് പുതുക്കി പറയുകയല്ല, ഇത് പണ്ടേ ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ തേടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഉൾക്കൊണ്ട് സ്വീകരിച്ച് പകർത്തി ഇഖ്ലാഖില്ലാഹി തആല എന്ന് പറയുന്ന ദൈവിക സ്വഭാവം സിദ്ധിച്ചവരായി മാറി. നേരത്തെ സ്വാമികൾ പറഞ്ഞ പോലെ പേരുകൾ എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ സ്വഭാവങ്ങളായിട്ടാണ് എടുക്കേണ്ടത്. ആ ദൈവിക സ്വഭാവത്തിൽ ഒരെണ്ണമെങ്കിലും നമ്മളെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മളിൽ നിന്ന് മറ്റുള്ളവൻ മറ്റ് സ്വഭാവങ്ങളൊക്കെ അനുഭവിച്ചോളും, നന്മകളൊക്കെ തന്നെ. അപ്പോൾ അതിൽ ഒരു നന്മയെങ്കിലും നമ്മളിലേക്ക് ഉണ്ടാവണമെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയിൽ മാത്രം പ്രത്യേക ആൾക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നുള്ള മൗഢ്യ ധാരണ മാറ്റി നമ്മളുടെ എല്ലാവരുടെയാണെന്നുള്ള ബോധ്യം വരണം. അങ്ങനെയാണ് പിന്നീട് ഞാനൊരു പാട്ട്, അനേകമിൽ നിറഞ്ഞു നിൽക്കും ഏകനാം അല്ലാഹു, അപാരമീ പ്രപഞ്ച ശില്പി നാഥനാം അല്ലാഹു, അഗാധമാം കൽബിലമർന്ന അനന്തനാണല്ലാഹു, റിസാലത്തിൽ വിലായത്തിൽ വിളങ്ങിയോനല്ലാഹു, റിസ്കിനാൽ റിളാത്തരും റസാഖ് നീ അല്ലാഹു, ഇബാദത്തിൽ അലിയുകയെങ്കിൽ ഹിദായത്തിൻ അമൃതേകുന്നു, ഹറാമുകൾ തുരത്തിയാൽ ഗുണം തരുന്നല്ലാഹു, ഹലാലുകൾ നിരത്തിയാൽ സുഖം തരുന്നല്ലാഹു, പാതയേറെയുണ്ട് പാരിൽ കാണണം, പാപമുക്തമായ വഴിയും തേടണം, കലിമസാക്ഷി കരങ്ങളും കറകളഞ്ഞ വരങ്ങളും തേടി നല്ലൊരു സിറാത്തിലെത്താൻ നാം ഒരുങ്ങണം, തേരിലേറി ഉലൂഹിയത്തിൻ നേരു കാണണം, ഉടലില്ല റബ്ബിന്നൂറെ മറയില്ലാതറിയണം, ഉപകാരം തരുമാദീനെ ഉലകെല്ലാം തിരയണം, അഖില ചരാചര വാഴ്വിൽ അധിപതിയാണവനല്ല, നിസ്സംശയ വിശ്വാസം നിലനിന്നാലാശ്വാസം, അഹദേ അകമിൽ തഖ്വാ തരണേ, ഇസ്തിഖാമത്തിനായി നീ ഇഖ്ലാസിടണേ. ഇതിനകത്ത് അറബി വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് മറ്റു മനുഷ്യർക്ക് അല്ലെങ്കിൽ പ്രത്യേകം ഒരു മുസ്ലിങ്ങൾക്ക് മാത്രം കേൾക്കാനുള്ള സംഭവമൊന്നും അല്ല. ഇത് മനുഷ്യർ എന്ന് പറയുന്ന സമ്പൂർണതയിലേക്ക് ഇൻസാൻ കാമിലാകാൻ വേണ്ടിയിട്ട് രൂപത്തിൽ മാത്രമല്ല, കോലത്തിൽ മാത്രമല്ല, സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ മറ്റുള്ളവർക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കാവുന്ന രീതിയിൽ ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരു ജ്ഞാനാർത്ഥിക്കും തുടരാൻ അല്ലെങ്കിൽ കേൾക്കാൻ ചിന്തിക്കാൻ പറ്റുന്ന സംഭവങ്ങളെയാണ് എൻ്റെ ചെറിയ അറിവിലിരുന്നുകൊണ്ട് എഴുതാൻ ശ്രമിക്കാറുള്ളത്. ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഇത്തരം സംഗമങ്ങൾ വലിയ സന്തോഷവും പിന്തുണയും അഭിമാനവും തരുന്നുണ്ട്. അത് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മുസ്തഫ മൗലവി അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം സന്ദേശങ്ങളെ പൊലിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വീടകങ്ങളിലുള്ള നമ്മുടെ മക്കളെങ്കിലും ഈ ദൈവത്തിൻ്റെ പേര് ചൊല്ലി തമ്മിൽ തല്ലാതെ പ്രപഞ്ചനാഥനാണ് ദൈവം എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ അതിനെ സംരക്ഷിക്കാൻ നമ്മൾ സജ്ജരാവണം എന്നുള്ള ഗതികെട്ട വർത്തമാനം പറയുന്നതിൽ നിന്നും നമ്മളെ മക്കളെങ്കിലും രക്ഷപ്പെടാൻ, നമ്മളെ പരമ്പരകളെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ. ഇസ്ലാം സമാധാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ പദം കൊണ്ട് ഇപ്പം എന്നോട് പണ്ടേ പറയലുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയലുണ്ട്, നിങ്ങൾ ആ ഇസ്ലാമും കൂടെ ആ അള്ളാഹുവും കൂടെ മലയാളത്തിലേക്ക് പറയേ. ഇത് ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് തർജ്ജമ ചെയ്ത് തരുമ്പോൾ പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. അപ്പോൾ അള്ളാഹുവും ഇസ്ലാമും അന്നേരം അറബി തന്നെ കിടക്കുകയാണ്. അതും കൂടെ എൻ്റെ ഭാഷയിലേക്കാവുമ്പോൾ ദൈവത്തിലേക്കുള്ള
ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വഴി ദീൻ, അങ്ങനെ സമാധാനമാണ്. ദീനിനെ വഴി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദൈവമല്ലാതെ ആരാധ്യനില്ല എന്നുള്ള മികച്ച സന്ദേശമാണ്. അതാര് പറഞ്ഞാലും 1.25 ലക്ഷത്തിൽ പകരം പ്രവാചകന്മാരുണ്ടെന്ന് മദ്രസയിൽ പഠിപ്പിച്ചു. 25 നബിമാരെ പേരൊഴിച്ച് ബാക്കിയൊന്നും നമുക്കറിയില്ല. അപ്പം ഈ 1.25 ലക്ഷത്തിൽപ്പെട്ട ആളുകളുടെ സന്ദേശം പിൻപറ്റി ജീവിക്കുന്നവരായിരിക്കാമല്ലോ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിവിധ വഴിയിലൂടെ ദൈവത്തിലേക്ക് സഞ്ചരിക്കുന്ന എല്ലാവരും. അപ്പോൾ ഇവർ ഒക്കെ ഒന്നാണെന്ന് പറയുന്ന സന്ദേശം അദ്ദേഹത്തിൻ്റെ കാലത്തോട് പറയുമ്പോൾ എന്തിനാണ് എതിർപ്പ്, എന്തിനാണ് നമുക്ക് വിഭാഗീയത, എന്തിനാണ് മൂപ്പറെ കൊന്നുകളയണം എന്നൊക്കെ വിചാരിക്കുന്നത്? ഇടയ്ക്ക് ട്രെയിനിൽ പോകുന്ന സമയത്തുണ്ടായ ഒരു ദുരനുഭവം എൻ്റെ അടുത്ത് പറഞ്ഞു. മൂപ്പരായി ചിരിച്ചോണ്ടാ പറയുന്നെങ്കിലും അതൊക്കെ ഇത്തിരി സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശുദ്ധ ബോഷ്ക്ക് വിളിച്ചു പറയുന്ന ആൾക്കാർക്ക് ഇവിടെ സുന്ദരമായിട്ട് ജീവിച്ചു പോകാൻ കഴിയുന്നു. നന്മ പറഞ്ഞ് മനുഷ്യരെ ഐക്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ മുഴുവൻ. അല്ലെങ്കിൽ ഈ ഐക്യപ്പെടാനുള്ള സംഗീത സദസ്സും സിനിമയും കലകളും ഒക്കെ തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത് തന്നെ ഒന്നും കൂടെ ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു മതപ്രസംഗം നടക്കുകയാണെങ്കിൽ കവലയിൽ ആ മതത്തിൻ്റെ ആൾക്കാർ മാത്രം കേൾക്കും. രാഷ്ട്രീയ പ്രസംഗമാണെങ്കിൽ അവരുടെ ആൾക്കാർ മാത്രം. ഒരു പിഞ്ചു കുഞ്ഞോ അല്ലെ ആബാലവൃദ്ധൻ ജനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാൾ ഒരു പാട്ട് പാടാണ്, ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് വേണമെന്നില്ല, ഒന്നും വേണമെന്നില്ല, വെറുതെ വയറ്റത്തടിച്ച് പാടിയെന്ന് വെച്ചോ, ഈ നാനാജാതിയും അവനിലേക്ക് ആകർഷ്ടനാകുന്നു. അല്ലെ ഒരു കലാരൂപം കാണിക്കുമ്പോൾ നാനാജാതിയും ഐക്യപ്പെടുന്നു. ഈ ഐക്യപ്പെടുത്തലിന് കാരണക്കാരനായിട്ട് വലിയ വരദാനമായിട്ട് വലിയ അനുഗ്രഹമായിട്ട് കിട്ടുന്ന ഈ കലകളെ തെറ്റാണെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? ഇതൊക്കെ എവിടെ നിന്നാണ് തെറ്റായി തുടങ്ങിയത്? അതല്ലെങ്കിൽ ശരി എന്താണ്? ഇത് തെറ്റാന്ന് പറയുന്നവൻ്റെ ശരി തീവ്രവാദമാണ്. അതിലേക്ക് നമ്മൾ പോയി നമ്മളും നശിച്ച്, നമ്മളെ കണ്ട് വളരുന്ന മക്കളും നശിച്ച്, ചുറ്റോടുള്ള സമൂഹം നശിച്ച്, ആളുകൾ തമ്മിൽ തല്ലി, സംസ്ഥാനത്തോടും രാജ്യത്തോടൊക്കെ തമ്മിൽ തല്ലി വെറുതെ കുറേ ചോരപ്പുഴ ഒഴുകുക എന്നല്ലാണ്ട് എന്ത് സമാധാനമാണ് കണ്ടെത്താൻ കഴിയുക? ഇതൊക്കെ തെറ്റാണെന്ന് വിശ്വസിച്ചാൽ മാന്യമായിട്ട് മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ല സമാധാനം പകരുന്ന സന്ദേശങ്ങളുള്ള കലകളെ മുഴുവൻ നെഞ്ചിലേറ്റിക്കൊണ്ട് ദൈവത്തെ തിരഞ്ഞാൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ടാണ് കലാകാരന് എന്ന പേരിൽ പലപ്പോഴും ഈ ദൈവ വിഷയങ്ങൾ സംസാരിക്കുന്നിടത്ത് നമുക്കെന്ത് കാര്യമെന്ന് ചോദിച്ച് മാറ്റി നിർത്തുന്ന ആ ഒരു പ്രവണതയില്ലാതെ നമ്മളെപ്പോലെയൊക്കെയുള്ള പാവങ്ങളെയൊക്കെ വിളിച്ച് ഇവിടെ അദ്ദേഹത്തിന് സമന്വയിപ്പിക്കാൻ കഴിയുന്നത്. ഇതിനിയും തുടരട്ടെ. പൂർവാധികം ശക്തിയോടുകൂടി ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെ ഈ സത്യം വെളിച്ചം, ഈ അകമ്പൊരുൾ ഇനിയും ഒരുപാട് തലമുറകൾക്ക് കൈമാറി അവർക്കൊക്കെ ബോധോദയുണ്ടായി അവർ അതിൽ നിന്നും അടുത്ത ആളുകൾക്ക് കൈമാറി വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം എന്നെ ക്ഷണിച്ചതിൽ. പിന്നെ അടുത്തൊരു പരിപാടി ഉള്ളതുകൊണ്ട് പോവാണ്. നമ്മളെ അന്നം ഗാനമേളയാണല്ലോ. അപ്പോൾ തൊട്ടടുത്ത് നമ്മളെ രാമനാട്ടാറ് ഒരു പരിപാടി ഉണ്ട് വൈകിട്ട്. ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലി നേരത്തെ പറഞ്ഞ മുസ്തഫ മൗലവി വിതയ്ക്കുന്ന വിത്തിനെ കുറിച്ച് അച്ഛൻ പറയണ്ടായി. അപ്പം ആ വിത്ത് പടർന്ന് പന്തൽ കിട്ട. ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ പാട്ടിൽ മുമ്പേ എഴുതാൻ എനിക്ക് പടച്ചോൻ ചിന്തിപ്പിച്ചല്ലോ എന്നുള്ളൊരു ഭയങ്കര അഭിമാനമുണ്ട് എനിക്ക്. നൂറെ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വിഷയത്തിൽ ഞാനീ പറഞ്ഞ പോലെ പ്രവാചകത്വം അല്ലെങ്കിൽ പ്രവാചകങ്ങളിലെ മുഹമ്മദീയം എവിടെ മുതൽ സഞ്ചരിക്കുന്നു എന്നുള്ളൊരു വിശദീകരണം നൂറെ മുഹമ്മദിൻ്റെ ടൈറ്റിൽ സോങ്ങിൽ എഴുതിയിരുന്നു. അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, കനിയൊരു ഹേതു ദുനിയാ ജാദു അതിനാൽ ബിനാ ജന്ന അബുവായി എത്തി പിന്ന ഇരുളും കീറി ഇസുമും മാറി മുഹമ്മദ് നാമത്തിൽ മുഴുനിലവായി എത്തി വിത്തെറിഞ്ഞു പലതരം വളർന്നു ചില മരം തിരിഞ്ഞവർ തണലായി തുടർന്നവർ ഗുരുവായി കാവലവരരുളിൽ കാലം കറങ്ങുകയായി. അപ്പോ ഇത്തരം ആളുകൾ സത്സന്ദേശത്തിന്റെ വിത്തുകൾ എറിയും, അത് പാറപ്പുറത്ത് പോലും എറിയും. അവരവരെ ദൗത്യം പൂർത്തീകരിക്കും. ഏത് കാലത്ത് മുളക്കുന്നോ എന്ന് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുന്നോ ഒന്നും അറിയില്ല. അവരവരെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ദൗത്യത്തിന് നമ്മളും ബാധ്യസ്ഥരാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ
തീർച്ചയായിട്ടും നമുക്ക് അറിവുള്ളവരെ തിരഞ്ഞെടുത്ത് ആ ഗുരുസ്ഥാനീരിൽ നിന്ന് പഠിക്കാൻ പലതുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഗുരുവിൻ്റെ ഏറ്റവും വലിയ കറാമത്ത് എന്നെല്ലാം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നമുക്ക് മനസാക്ഷിക്ക് തെറ്റെന്ന് ബോധ്യമുള്ള ഒരു കാര്യത്തെ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കെ ഗുരുവിൻ്റെ വചനമോർത്ത് അദ്ദേഹത്തിൻ്റെ വചനം വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ മുഖമോ സംസാരമോ ഓർത്തുകൊണ്ട് നമുക്കതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാളുടെ കറാമത്ത് അതാണ്. മറ്റൊരാളുടെ ഹൃദയത്തെ തൻ്റെ അസാന്നിധ്യത്തിലും ഭരിക്കാൻ സാധിക്കലാണ് ഒരു സൂഫി ഗുരുവിൻ്റെ ഏറ്റവും വലിയ കറാമത്ത്. അല്ലാണ്ട് അനശ്വരതയിൽ നിന്ന് പിന്നെ ഭസ്മെടുക്കലും അല്ലെങ്കിൽ ഒന്നിനെ രണ്ടാക്കി മാറ്റലും അല്ലെങ്കിൽ വെട്ടിമുറിച്ചതിനെ യോജിപ്പിക്കൽ അതൊക്കെ മേജിക്കാരുടെ പരിപാടിയാണ്. അപ്പോൾ ആ തരത്തിൽ നന്മ പറയുന്ന ഗുരുനാഥന്മാർ ഇനി ഒരുപാട് ഉണ്ടാവട്ടെ. നീ ആരാണെന്നറിയാൻ, നിജമെന്താണെന്നറിയാൻ നാഥൻ്റെ നാവുള്ളൊരാളു വേണം, നേരിൻ്റെ തേരുള്ള ശൈഖ് വേണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.